കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതേണ കൊണ്ട് ഈ അസ്ലാം അള്ളിയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളൊരു ന്യൂസ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ട് ഈ അസ്ലം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല, ആൾക്കാരുണ്ട് ഇല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതുതായിട്ട് വേറെ ഒരു ന്യൂസ് വന്നത്. അതുകൊണ്ട് ഈ ഭയങ്കരമായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു ഇത് കണക്കുണ്ടെങ്കിൽ അസ്ലയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ ഉണ്ടെങ്കിൽ മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുണ്ടെങ്കിൽ ഭർത്താവിനുണ്ടെങ്കിൽ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം വിദേശത്തായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അസ്ലയെങ്കിലും അവിടെ പോയി പങ്കെടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടെങ്കിൽ അസ്ല പോയി പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഇതിനെപ്പറ്റി ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നാട്ടിലില്ല, പിന്നെ താൻ അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് എന്തോ ചെയ്യാനെന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് ആൾക്കാരുണ്ടെങ്കിൽ പല രീതിയിലുള്ള കമൻസുമായിട്ടാണ് വന്നിരുന്നത്. ഇത് കണക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് നിങ്ങൾ പോയി പങ്കെടുത്തല്ലോ, ആ സമയത്ത് ഭർത്താവൊന്നും ഇല്ലായിരുന്നല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇതിലെന്തോ കുഴപ്പമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് ചുമ്മാ പറയുന്നതാണ്, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഫാമിലി ഫംഗ്ഷന് പോയി പങ്കെടുക്കാത്തതെന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ പറഞ്ഞിരുന്നത്. സത്യമായിട്ട് നമുക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തോന്നാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. പക്ഷേ ഇവരങ്ങനെയൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പലവട്ടം അസ്ല പറഞ്ഞിട്ടുണ്ട് ഇവനുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനല്ലേ, എൻ്റെ സ്വന്തം സഹോദരനെ പോലാണെന്നുള്ള രീതിയിൽ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ മാരേജ് വന്നപ്പോൾ പോയിട്ടില്ലായിരുന്നു. സോ ഇതൊക്കെ വെളി വരുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല.